So welcome back to the next session, students. So നമ്മളിപ്പോ ഇനിയാണ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ടോപ്പിക്കുകളിലൊന്നും അത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ആദ്യം ചെറിയ കൺസെപ്റ്റ് നമ്മളിപ്പോ ഇംഗ്ലീഷ് ഡീറ്റെയിൽ പഠിക്കുന്ന അതിന്റെ സെന്റൻസസ് ഗ്രാമർ ഒക്കെ പഠിക്കുന്നുണ്ടോ. അപ്പോൾ അത് നമ്മൾ ആ പ്രൊപ്പോസിഷൻ ലോജിക്കിന്റെ പ്രോബ്ലംസ് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ ലോജിക് ഇതാണ് മെയിൻ സിലബസ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ബേസിക് റൂൾസ് അറിയാം. അല്ലെങ്കിൽ എന്താണ് ക്ലോസ്, എന്താണ് ഫാക്ട്, എന്താണ് ക്ലോസ്, എന്താണ് റൂൾസ്, ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിന് ഡെഫിനിറ്റ് ക്ലോസ് നമുക്ക് പ്രോബ്ലം വേർഡ് തന്നെ ഡെഫിനിറ്റ് എന്താ അർത്ഥം എന്താ? It is a defined, it is a clearly defined, and it is not infinite. അത് ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എച്ച് ഈ ആരോ ഇങ്ങോട്ട് വരുന്ന അർത്ഥം എന്താ പറയുക? ഇത് ട്രൂ ആയാലേ അത് എച്ച് ഡി അസൈൻ ചെയ്ത് അർത്ഥം. അപ്പൊ ഈ A1 എന്താണ്? AM എന്താണ്? A1 എക്സെട്ര A2 A1 A2 എക്സെട്ര AM. ഇത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. എന്താണ് കൺജങ്ഷൻ സിമ്പിൾ ആണ്. എന്താണ് എച്ച് എന്ന ആറ്റം? അത് ഒരു സിമ്പിളേ ഉണ്ടാവും. അതായത് അതിനെ ഹെഡ് ഓഫ് എച്ച് മീൻസ് ഹെഡ്, എച്ച് മീൻസ് ഹെഡ്. ആൻഡ് ഈ ഓരോ AI എന്നാണ് ആറ്റം, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ, ആറ്റോമിക് പ്രൊപ്പോസിഷനും കോംപ്ലക്സ് പ്രൊപ്പോസിഷനും. ഒന്നിൽ കൂടുതൽ ആറ്റോമിക് പ്രൊപ്പോസിഷൻസ് പറയുന്നത് കോംപ്ലക്സ്. അപ്പൊ ആറ്റോമിക് പ്രൊപ്പോസിഷൻ ഇപ്പൊ A ആൻഡ് B ഒരൊറ്റ സിമ്പിൾ ഉള്ളൂ അല്ലേ, അത് ആൻഡ്, അതിന് കൺജങ്ഷൻ. ഇനി കൺജക്റ്റീവ് നോർമൽ ഫോം പഠിച്ചിട്ടുണ്ട്, എന്താണ്? A or B ആൻഡ് B or C. അപ്പൊ അതിൽ എത്ര സിമ്പിൾസ് ഉണ്ട്? 2 സിമ്പിൾസ് ഉണ്ട്. അപ്പൊ അതുപോലത്തെ പല ആറ്റംസ് ഉണ്ടാവും, പക്ഷെ കളക്ഷനോ. അത് ഞാൻ പറഞ്ഞു, ഈ 2 സിമ്പിൾസ് ഉണ്ടാവാം, സെയിം ആവാം, ചിലപ്പോൾ ഡിഫറെന്റ് ആവാം. ഒന്നിന് കൺജക്ഷന്റെ നിറയെ കൺജക്ഷൻ ഉണ്ടാവും, ഇനി കൺജക്ഷൻ ഡിസ്റ്റിങ്ഷനും കോമ്പിനേഷൻ ആവാം. വെറും ഒരു ഡിസ്റ്റിങ്ഷൻ മാത്രമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രൊപ്പോസിഷൻസ് പറഞ്ഞില്ല. സോ നമ്മളിപ്പോൾ അതാണ് ഇവിടെ പഠിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടീഷൻ എം ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് ഈ റൈറ്റ് സൈഡിൽ പറയുന്ന A1 A2 എക്സെട്ര AM, അത് എം ഗ്രേറ്റർ ദാൻ 0 എന്ന സഫിക്സ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. അതിന്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ട്, അങ്ങനത്തെ പറയുന്നതാണ് റൂൾ. നമ്മൾ പറഞ്ഞില്ല, പരീക്ഷയ്ക്ക് പഠിക്കുന്ന പരീക്ഷയ്ക്ക് എന്താ പറയാ, അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറെ കേട്ടി കുറെ റൂൾസ് പറയും. ആ റൂൾസ് എന്താണ്? ഒരു റൂളായിട്ടായിരിക്കും പറയുക? അല്ല, 1 2 3 അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു 8 റൂൾസ്, ഒരു 9 റൂൾസ് പറയും അല്ലെ. നമ്മളിപ്പോ ഒരു എക്സാം എഴുതണമെങ്കിൽ പോലും പറയും, ഇങ്ങനെയൊക്കെ നിങ്ങൾ ബ്രിങ് ദി പെൻ, ബ്രിങ് ദി wear the ID card, wear the uniform properly. സോ ഇതൊക്കെ എന്താണ്? ഒരു സെന്റൻസിൽ ഒതുങ്ങുന്നതല്ല, 2 3 സെന്റൻസ് പറയുക. അപ്പൊ അതാണ് റൂൾ. അപ്പോൾ ഇവിടെ A1 A2 എക്സെട്ര AM, അതായത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ലോസ് അല്ലെങ്കിൽ അതിന് റൂൾ. ഈ ക്ലോസ് എന്തായി മാറും? റൂളായി മാറും. അപ്പൊ ഇതിനെ നമ്മൾ റൈറ്റ് സൈഡ് ഉള്ളിനെ ബോഡി ഓഫ് ദി ക്ലോസ്, ഇത് മൊത്തത്തിൽ എന്താണ് ക്ലോസ് ആയി. ആ ക്ലോസ് ഒന്നിലധികം ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? റൂൾസ് എന്ന് പറയും. അപ്പൊ ആ ക്ലോസ് എന്തായി മാറും? അപ്പൊ അതൊരു ക്ലോസ് ആണ്. അതില് ബോഡിയാണ് എന്ത്? റൈറ്റ് സൈഡിലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റംസ്. എച്ച് എന്തായിപ്പോ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ആറ്റം, ഇറ്റ്സ് എ ഹെഡ്. അപ്പൊ റൈറ്റ് സൈഡിൽ ബോഡി, ലെഫ്റ്റ് സൈഡിൽ ഹെഡ് എന്ന് പറഞ്ഞു. ഇനി M0, അതായത് ഒരൊറ്റ ആറ്റം, വെറും A or B എന്ന് മാത്രമാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഫാൻ. ഇപ്പൊ ജോൺ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയണം, ഒരു എക്സാമ്പിൾ പറയുന്നത്, ജോൺ ലൈക്സ് ഐസ്ക്രീം ഫുൾ സ്റ്റോപ്പ്. ജോൺ
likes to play football as well as ക്രിക്കറ്റ്. എന്താണ് ഇവിടെ ജോൺ തന്നെയാണ് രണ്ടിലും പറയുന്നത്. പക്ഷെ എന്താണ് ജോൺ ഐസ്ക്രീമും ഇഷ്ടമാണ്, ഫുട്ബോൾ കളിക്കാനും ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാനും ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇതിനാണ് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെറും ഐ ലൈക്ക് ഐസ്ക്രീം ഒരൊറ്റ ഇതേ ഉള്ളൂ. അപ്പൊ അതിനെന്താണ് ഫാക്ട് ഇനി ആറ്റോമിക് ക്ലോസ് പറയും. അപ്പൊ റൈറ്റ് സൈഡ് ഇത് m = 0 അതിന്റെ അടുത്ത് എന്താ ദാരോ ക്യാൻ കോംപ്ലിക്കേറ്റ് സോറി. അപ്പൊ ഇവിടെ നിന്ന് ഇത് മാത്രമേ ഉണ്ടാവൂ, ഇത് മാത്രം ഈ h മാത്രമേ ഉണ്ടാവൂ. ഇത് നമ്മൾ എന്ത് പറയും ഫാക്ട്. ഇനി ഈ ഇംപ്ലൈസ് എന്നൊരു സിമ്പിൾ ഉണ്ടാവും. അതായത് ഇതൊരു സിമ്പിൾ, ഈ ആരോ സിമ്പിൾ ഉണ്ടാവും, പിന്നെ ഈ ഒരു ഇതുണ്ടെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും റൂൾ. അപ്പൊ ഫാക്ട് ഒന്നുമില്ല, ആരോ ഇല്ലാത്തതിന് എന്ത് പറയും ഫാക്ടും, ആരോ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ബോഡി ഉണ്ടാവും, ഹെഡ് ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഫ് i = 0 എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഇസ് എ ഫാക്ട്. ഇനി y i = 0 or y i > 0 then കേളി ബ്രാക്കറ്റ്, അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് കൊടുത്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ്. അപ്പൊ അതിനെന്താ ആ ഉള്ളിൽ കൊടുക്കുന്ന ബോഡി ഓഫ് ദി ബുക്ക്, എന്താ ഹെഡ്. ഓക്കെ, നമ്മളിത് ഇത്ര നമ്മൾ ഡീറ്റെയിൽസ് ആയി പഠിക്കുന്ന പക്ഷേ ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്താണ്. അപ്പോൾ ഇതിൽ പറയുന്നത്, അപ്പൊ ഈ ഒരു എക്സാമ്പിളില് നോളജ് ബേസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഡിഫറെന്റ് ക്ലോസ്, ഇതൊരു ക്ലോസ് ആണ്. ഇതുപോലത്തെ കളക്ഷൻസ് ഓഫ് ക്ലോസ് എന്ന് പറയുന്നത് നോളജ് ബേസിനകത്ത്, അത് ഡേറ്റാ ബേസിലാണ്. ഒരു ട്രെയിൻ ലിസ്റ്റ് മാത്രമല്ല, ആ മെയിൻ എന്നൊരു കാറ്റഗറിയിൽ പെടുന്ന എത്ര ട്രെയിൻസ് ഉണ്ടോ അത്രയും ട്രെയിൻസ് എവിടെ ഉണ്ടാവും, നോളജ് ബേസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഹോൺ ക്ലോസ്, മറ്റേത് ഡെഫിനിറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. ഡെഫിനിറ്റ് ഒരു ആരോ ഉണ്ടാവും, ഒരു ഫാക്ട് ഉണ്ടാവും, ഒരു റൂട്ട്സ് ഉണ്ടാവും. റൂട്ട്സ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ബോഡി ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ അതിന്റെ ഹെഡ് ഉണ്ടാവും. വെറും ഫാക്ട് ആണ് എന്താക്കാം, ഓൺലി ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉണ്ടാവും, ആ ആരോ സിമ്പിൾ ഉണ്ടാവില്ല, ബോഡി ഉണ്ടാവില്ല, വെറും ഹെഡ് മാത്രം ഉണ്ടാവും. അതിനാണ് എന്ത്. അപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞില്ലേ ഹോം ക്ലോസ്. ഹോം ക്ലോസ് എന്ന് പറയുന്നത് ഈ ഡെഫിനിറ്റ് ക്ലോസ് പറഞ്ഞല്ലോ, അതില് ഒരു പോസിറ്റീവ് ലിറ്ററിലെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നോക്കി, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. നെഗേഷൻ b1, നെഗേഷൻ b2, റൈറ്റ് സൈഡ് ബോഡി പറയുന്നത് a1 and a2 and etc and am. ഇതില് ഒരു ലിറ്റർ മാത്രം അറ്റ്മോസ്റ്റ് ഒരു ലിറ്ററിൽ മാത്രമേ പോസിറ്റീവ് ഉണ്ടാവും, ബാക്കി എല്ലാ ലിറ്റർ എന്താണോ നെഗറ്റീവ് ആയിരിക്കണം. അവിടെ നോക്കും നെഗേഷൻ b1, നെഗേഷൻ b2 എക്സെട്ര നെഗേഷൻ pn, അവസാനം ഈ q മാത്രം, ഇതാണ് പോസിറ്റീവ്. ഇതിന് പറയുന്നതാണ് എന്ത് കോൺ ക്ലോസ്. അതില് പോസിറ്റീവ് ക്ലോസ് ഉണ്ടാവും, നെഗറ്റീവ് ക്ലോസ് ഉണ്ടാവും. അറ്റ്മോസ്റ്റ് 1 പോസിറ്റീവ് ലിറ്റർ അല്ലെങ്കിൽ എന്താ നോ പോസിറ്റീവ് ലിറ്ററിൽ രണ്ടും വരാം. കോൺ ക്ലോസിന് രണ്ടിന്റെയും കോമ്പിനേഷൻ, പോസിറ്റീവ് മാത്രമേ ഒരു പോസിറ്റീവ് ലിറ്റർ മാത്രം, നെഗറ്റീവ് ക്ലോസിന് പോസിറ്റീവ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. കേട്ടോ, ഇത് കംപ്ലീറ്റ് നെഗറ്റീവ്, നോ പോസിറ്റീവ്. സോ ഇങ്ങനത്തെ എന്തിനു പറയുന്നത് കോൺ ക്ലോസ്, കോൺ. അപ്പൊ നമ്മൾ ആ ഒരു ക്ലോസിനകത്ത് ഒരു മാക്സിമം ഒരു പോസിറ്റീവ് ലിറ്റർ ഉണ്ടെങ്കിൽ അതിന് ചില പോസിറ്റീവ് ഉണ്ടാവില്ല, അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും കോൺ ക്ലോസ്. ഓക്കെ, ഇത്ര ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ നേരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് പറയാൻ പോകും. ഓക്കെ, ബാക്കി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗോൾ, നോ പോസിറ്റീവ് ക്ലോസ് നോക്കുക. ദീസ് ആർ ഗോൾ ക്ലോസ്, all definite clauses are common clause. So clauses with no positive clauses, these are called goal clauses. Okay, നമ്മൾ ബാക്ക് ടു നോൺ ഫോം എങ്കിലും പറയുന്നത് CN. അപ്പൊ എന്താണ് കൺജങ്ക്റ്റീവ് നോൺ ഫോം. കൺജങ്ക്റ്റീവ് നോൺ ഫോം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ ആറ്റംസിനിടയിൽ എന്ത് സിമ്പിൾ ഉണ്ടാവും, കൺജങ്ഷൻ സിമ്പിൾ. കേട്ടോ, ആംബർസാൻഡ്, സോറി ആൻഡ്. അപ്പോൾ ഇവിടെ ക്ലോസ് 1, അതായത് A1 A2 അതില്ലേ ക്ലോസ് 1 ആൻഡ് എക്സെട്ര ആൻഡ് ക്ലോസ് ആൻഡ്. അപ്പൊ ക്ലോസ് എന്ത് പറയും, അതെന്തൊക്കെ കോമ്പിനേഷൻ ആവും, A1 4. കൺജങ്ക്റ്റീവ് നോൺ ഫോമിന്റെ ഒരു ആറ്റം എന്തായിരിക്കും, ഡിസ്റ്റിങ്ഷൻ സിമ്പിൾ ഉണ്ടാവുമല്ലോ. നമ്മൾ A+B into B+B. അപ്പൊ ബ്രാക്കറ്റുള്ളിൽ അത് ചെയ്യുക, എന്നിട്ടല്ലേ അവസാനം കൺജങ്ഷൻ ചെയ്യുക. അപ്പൊ ആ
ക്ലോസ് അല്ലെങ്കിൽ ആ ടേമിന്റെ അകത്ത് എന്തായിട്ടുണ്ടാവും, ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും. ആ ലിറ്ററൽ എന്താണ്, സിമ്പിൾ ആവാം, അതിന്റെ നെഗേഷൻ ഉണ്ടാവും. ഓക്കെ, ആ സിമ്പിൾ എന്താണ്, എ, അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്തായിരിക്കും, നെഗേഷൻ ആയിരിക്കും. അപ്പൊ ഒന്നിന് എ പ്ലസ് ബി അല്ലെങ്കിൽ നെഗേഷൻ എ പ്ലസ് നെഗേഷൻ ബി. അപ്പൊ അത് നമ്മൾ ജനറൽ ഫോർമാറ്റിൽ ഇരിക്കണം. എന്താ ക്ലോസിന് ലിറ്റർ പറയാം, ആ ലിറ്ററൽ എന്താണ്, സിമ്പിൾ. ആ സിമ്പിൾ എന്താണ്, ഇ ടു ഓർ ആർ വട്ടവർ. അപ്പൊ ആ സിമ്പിൾ എന്താവും, നെഗേഷൻ ആകുമ്പോൾ ആ അതായിരിക്കും എന്താ ചെയ്യുക, ക്ലോസ് വരിക, ലിറ്ററൽ. അത് എന്ത് ഫോമാണ്, ഡിസ്റ്റിങ്ക്റ്റ് ഫോം. അങ്ങനെ കളക്ഷൻസ് ഓഫ് ക്ലോസ് എന്ന് പറയുന്നത് CNF സെന്റൻസസ്. ഇനി ലോങ് ക്ലോസ് എന്താണ്, ഡെഫിനിറ്റീവ് ക്ലോസ്. ലോങ് ക്ലോസ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, ഡെഫിനിറ്റീവ് ക്ലോസ് ഉണ്ട്, ഗോൾ ക്ലോസ്. അത് ഓൾറെഡി ഗോൾ ക്ലോസ് എന്താ, പോസിറ്റീവ് അല്ലാത്തത്. ഡെഫിനിറ്റീവ് ക്ലോസിൽ ഇതിൽ എല്ലാ സിമ്പിൾസ് ഉണ്ടാവും, പക്ഷെ ഡെഫിനിറ്റീവ് ക്ലോസ് നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഗോൾ ക്ലോസ് അല്ലാത്തത് പോസിറ്റീവ് ലിറ്ററൽ മാത്രം ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടായിരുന്നു. A1 ആൻഡ് A2 ആൻഡ് നമ്മൾ തുടങ്ങിയത് അതായിരുന്നല്ലോ, അതിൽ നെഗറ്റീവ് ലിറ്ററൽസ് ഉണ്ടോ, ഇല്ല. അപ്പൊ അങ്ങനത്തെ ഇതിനാണ് ഡെഫിനിറ്റീവ്. ലോങ് ക്ലോസ് ഉണ്ടാവും, ലോങ് ക്ലോസ് തന്നെയാണ് ഡെഫിനിറ്റീവ് ക്ലോസും പറയാം, ഗോൾ ക്ലോസും. ഗോൾ ക്ലോസ് എന്താ, സിമ്പിൾ 1 ആൻഡ് സിമ്പിൾ 2 ആൻഡ് ഇത് ഇംപ്ലൈസ് ഫോംസ്. എന്താണെന്ന് നമുക്ക് ഇത് കണ്ടറിയാം. എന്താണ് ഗോൾ ക്ലോസ്. ഗോൾ ക്ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗോൾ ക്ലോസ് എന്താണ്, all definite clauses are long clause as are clauses with no positive goal clause. അല്ലെ, long clause പോസിറ്റീവ് ഒരെണ്ണം മാക്സിമം ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അപ്പൊ കംപ്ലീറ്റ് ചെയ്തായിരിക്കും. അപ്പൊ എന്താണ്, അപ്പൊ അതിനെന്താണ് ഗോൾ ക്ലോസസ്. അപ്പൊ ആ ഗോൾ ക്ലോസസ് ആണ് സിമ്പിൾ 1. ആ സിമ്പിൾ 1 എന്താണ്, ഫോൾസ്. ഫോൾസ് എന്താ അർത്ഥം, നമ്മൾ പറയുന്നത് 1ന്റെ നെഗേഷൻ എന്താണ്, എ ഈസ് 1. അപ്പോ എ 0 ആവണമെങ്കിൽ, അല്ലെങ്കിൽ ആ വാല്യൂ 0 ആവണമെങ്കിൽ വേണം നെഗേഷൻ എ അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് ഫോൾസ്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഇത് നിങ്ങൾ സിലബസിൽ പഠിക്കാനുള്ളത് പ്രൊപ്പോസൽ ലോജിക് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ആ എക്സാമ്പിൾ പ്രൂവ് ചെയ്യണം. അത് എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ആ ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ബൂംബേഴ്സ് ഫോൾഡ്. ബൂംബേഴ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഒരു ഇൻസെക്ട്. ഓക്കെ, ഒരു ഇൻസെക്ട് എന്ന് പറയുന്നത് ഒരു ബീറ്റ് അല്ലെ, ഒരു എന്താ പറയുക, ഒരു പ്രാണി പോലെ. അപ്പൊ അതില് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ആ ബിൽഡിങ്ങിൽ, ഒരു സ്ക്വയർ ബിൽഡിങ്ങിൽ കുറെ റൂംസ് ഉണ്ട്, കുറെ അടുത്തടുത്ത് റൂംസ് ഉണ്ട്. അതായത് ഇപ്പൊ ആ ഒരു ബ്ലോക്കിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ റൂം 1 ആദ്യത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ റൂം എന്താ 1,2. അപ്പൊ ഇത് ഈ ആറ്റം പ്രൊപ്പോസിഷൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഈ ഇവിടെ നോക്കൂ, 1 2 3 4 4 4 8 4 12 4 16. അതായത് ഒരു ബിൽഡിംഗ് ആണ്, പക്ഷെ എന്താണ് ഇതിൽ 10 റൂം ഉണ്ട്, 12 റൂം ഉണ്ട്. അപ്പൊ ഓരോ സെക്ഷൻ ആയിട്ട് പറയാം 1 1 മെട്രിക്സ് രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അത് പി പറഞ്ഞാൽ പിറ്റാണ്. പിറ്റ് കഴിഞ്ഞാൽ കുഴിയുള്ള റൂം. അതായത് നമ്മുടെ ലക്ഷ്യം ബൂംബേഴ്സിനെ കണ്ടുപിടിക്കണം. ബൂംബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മാറിയിട്ട് സേഫിലേക്ക് പോകാം, സേഫ് പ്ലേസ് ഉണ്ടാവും. അതായത് ഈ 12 ബ്ലോക്കില് അല്ലെങ്കിൽ 12 സെല്ലില് ഏതോ ഒരു സെല്ലില് സേഫ് ആണ്, നമുക്ക് അവിടെ പോയി താമസിക്കാം. അതാണ് ഇത് പറയുന്നത് ബോംബസ് ബോർഡ്. അതായത് ഒരു അറ്റാക്ക്, ഒരു ബീറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ നമ്മൾ അവിടെ ബിൽഡിംഗ് പോയിട്ട് നമ്മൾ ഏതെങ്കിലും പോയി റൂം പോയി സെർച്ച് ചെയ്ത് നോക്കണം, ബീറ്റുണ്ടോ നോക്കിയില്ല, സെർച്ച് ചെയ്യണം. സേഫ് പ്ലേസ് ആണ് നമ്മൾ അവിടെ ഇരുന്ന് ബീറ്റ് വരില്ലല്ലോ, അപ്പൊ നമ്മൾ താമസിക്കണം. അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് പ്ലേസിൽ കണ്ടുപിടിക്കുക. അവിടെ വെള്ളപ്പൊക്കൊണ്ട് നമുക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഇൻസെക്ട്സിന്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ വി കനോട്ട്. നമ്മുടെ എയിം അതാണ്, സേഫ് പ്ലേസ് കണ്ടെത്തണം. അപ്പൊ അതിനുള്ള ഐഡിയാസ് പറഞ്ഞുതരാം. ഏതോ റൂമില് ഈ ബോംബ് ഉണ്ട്. ഓക്കെ, ഈ ബോംബ് കണ്ടുപിടിക്കുന്നതല്ല അർത്ഥം, സേഫ് പ്ലേസ് കണ്ടുപിടിക്കാനാണ് മെയിൻ ആയിട്ട് പ്രോബ്ലം. അപ്പൊ ഇവിടെ പറയുന്നത് പി, ഈ ക്യാപിറ്റൽ പറയുന്നത് പിറ്റ്. ഈ റൂം കുഴിയുണ്ട്, കുഴിയും നമുക്ക് നല്ലതല്ല, കുഴികളെന്ന് നമ്മൾ വെച്ചു.
ഇനി BH ട്രീസ്, കാറ്റുള്ള റൂമുണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ല, അവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് താമസിക്കാൻ പറ്റില്ല. അറിയാലോ, വെള്ളപ്പൊക്കുമ്പോഴത്തേനാണ് ഈ കാറ്റ് എന്താ പറയാ, നല്ല ഫുൾ കാറ്റായിരിക്കും. നമുക്ക് അവിടെ നിൽക്കണം. അപ്പോൾ ചിലപ്പോൾ ഡെഡ് ആവാം, ചിലപ്പോൾ അലൈവ് ആവാം. അത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ്. B ബ്രീസ്, P പിറ്റ്, ഇനി W. ഇതിൽ ഏതോ ഒരു സ്ക്വയറിൽ ബൂംബേഴ്സ് അവിടെ ഉണ്ട്. ഇനി S സ്ട്രെഞ്ച്, അതായത് നമ്മൾ ബീച്ച് ഈ ബൂംബേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അതിന് തൊട്ടടുത്ത റൂമിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ മതി. അതിന്റെ മണം, ബൂംബേഴ്സ് ഉണ്ടെങ്കിൽ ബൂംബേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ പറയില്ല, ഇപ്പൊ ഒരു എന്താ പറയാ, വണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, തേനുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഇൻസെക്ട് എന്താന്ന് പറയാം. നമ്മളിപ്പോ ഒരു റോസിന്റെ ചെടി ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത് പോയി നോക്കുന്ന, പക്ഷെ അതിന്റെ കുറച്ച് അടുത്ത് നമ്മൾ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണ്, അടുത്ത് വരുമ്പോൾ തന്നെ ഒരു എന്തോ സ്മെല്ല് വരുന്നത്, അതായത് സ്പ്രേ അടിച്ചെന്ന് അറിയാം. അപ്പൊ അതേപോലെ ബൂംബസ് ഒരു റൂമിൽ അതിന് തൊട്ടടുത്ത അഡ്ജസ്റ്റന്റ് റൂം, ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പോൾ 2.3 ബൂംബസ് ഉണ്ടെങ്കിൽ ഈ 1.3ലും 2.4ലും 2.2ലും 3.3ലും എന്തുണ്ടാവും, സ്ട്രെഞ്ച് വന്നുകൊണ്ടിരിക്കും. അവിടെ അടുത്ത റൂമിൽ മാത്രം. വി വിസിറ്റ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ, സേഫ് പ്ലേസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അവര് പക്ഷെ എന്താണ്, നമ്മളെ മറ്റേ എന്താ പറയാ, നമ്മൾ മെയ്സ് കളിക്കില്ലേ, ടാർഗറ്റ് കളിക്കാൻ വേണ്ടി നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ പോയാൽ ഔട്ടായി. നമ്മൾ പാമ്പ് കളി കളിക്കില്ലേ, കോണി അതുപോലെ. അപ്പോൾ ഓരോ പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്യും, കാറ്റുണ്ടോ അപ്പൊ തന്നെ നമ്മൾ എസ്കേപ്പ് ചെയ്യും. മറ്റേ കുഴി ഉണ്ടെങ്കിൽ കുഴി ഉള്ളിൽ പോയാൽ പറ്റുമോ, നമുക്കതാണ് കുഴി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സേഫ് പ്ലേസ് കണ്ടുപിടിക്കാൻ. ജി അതാണ് ഗോൾ. അതിനാണ് അപ്പൊ സേഫ് പ്ലേസ് നമ്മൾ ഗോൾഡ് കണ്ടുപിടിക്കാനാണ് എന്ന് പറയുന്നത്. അവിടെ ഏതൊരു പ്ലേസിൽ ഈ ഒരു ബിൽഡിങ്ങില് എവിടെയോ ഗോൾഡ് ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മുടെ ടാർഗറ്റ്. പിന്നെ യോക്കെ റൂം സേഫ് ആണ്. ഒന്നുമല്ല, ഓരോ വിസിറ്റ് ചെയ്ത് ആ ഗോൾഡ് കണ്ടുപിടിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, സേഫ് പ്ലേസിലേക്ക് എത്തിയാലേ അടുത്തടുത്ത് ഓരോ റൂമിലേക്ക് വിസിറ്റ് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം, ബോംബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കില്ലേ, അങ്ങനെ ചാടി അവസാനം നമ്മൾ കുറെ ഇൻസെക്ട് ഉണ്ടാവും, അതിന് ചാടി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അതിന് ചാടി അവസാനം നമ്മൾ ടാർഗറ്റിലേക്ക് പോകും. അപ്പൊ അവിടെ ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ അത് പ്ലസ് പോയിന്റ്സ് ആണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ ഇത് ആദ്യം നമുക്ക് പി എന്താണോ, PIJ പറഞ്ഞാൽ BJ ട്രൂ ആവണമെങ്കിൽ IJ എന്ന റൂമിൽ എന്താണ് പിറ്റ് ഉണ്ടാവും. അതായത് അവിടെ കുഴികൾ ഉണ്ടെന്ന് അർത്ഥം എന്താ, ആ PIJയുടെ വാല്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതായത് 1 എന്ന് കാണിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഓക്കെ എന്ന് പറയുന്നത് ഈ റൂം സേഫ് ആണ്, ഈ റൂമും സേഫ് ആണ്, ഈ റൂം സേഫ്. ഈ A എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ പഠിക്കുന്ന സബ്ജക്ട് ഏതാണ്, ആർട്ടിഫിഷ്യൽ. ദാറ്റ് മീൻസ് എന്താണ്, റോബോട്ട് ആണ്, അതായത് ഏജന്റ് ആണ്. A ഫോർ ഏജന്റ്. ഓക്കെ. ഇനി B, ഇനി എന്താണ് ബി കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ ബി എന്താണ്, ബ്രീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു റൂമില് ബ്രീസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ട്രൂ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് പ്രൊപ്പോസിഷൻ ഉണ്ടാകും. പ്രൊപ്പോസിഷൻ ലോജിക് ആണല്ലോ. ഒന്നാണ് R1. ഓക്കെ, R1ല് നെഗേഷൻ P1. R1ന് ഇതൊക്കെ ഒരു റൂമാണ്. R1ന് ഒരു റൂമാണ്, R2 അനദർ റൂമാണ്, R3 അനദർ റൂമാണ്, R2 ഇതൊക്കെ റൂൾസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതോ റൂമില് R1 എന്ന റൂമില് നെഗേഷൻ P1 അതാ നെഗേഷൻ P11. P എന്താ, പിറ്റ്. നെഗേഷൻ എന്താ, ആ R1ല് എന്തുണ്ടാവില്ല, കുഴി ഉണ്ടാവില്ല. എന്താണ്, R1ല് കുഴി. അതാണ് സ്ക്വയർ ഈസ് ബ്രീസി ഈഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എൻ അഡ്ജസ്റ്റ്മെന്റ്. ഇനി അടുത്ത റൂൾ പറയുന്നത്, ഇത് ഏതോ ഒരു സ്ക്വയറിൽ കാറ്റിന്റെ അർത്ഥം ഇവിടെയോ 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 ആ റൂമിൽ എന്തുണ്ടാവും, കുഴികൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ കുഴികളുടെ അർത്ഥം എന്താ, ഇവിടെ കാറ്റിന്റെ അർത്ഥം. അഡ്ജസ്റ്റന്റ് ആണ്. അപ്പൊ അഡ്ജസ്റ്റന്റ് വേണ്ടി ചിലപ്പോ ഇവിടെ വരാം, ഇവിടെ വരാം. ഓക്കെ, അപ്പൊ അയാൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോ ഉണ്ടാവില്ല. R2 എന്ന റൂം, അടുത്ത റൂം നോക്കുകയാണ്, അടുത്ത പ്രൊപ്പോസിഷൻ
ബ്രീസ്, അതാണ് നമ്മൾ പറഞ്ഞത്. ബ്രീസ് ഉണ്ടാ, ബ്രീസ് അതായത് കാറ്റ്, ആ സ്ക്വയർ ബ്രീസി കാറ്റുള്ള റൂമാണെന്ന് എങ്ങനെ അറിയും? അവിടെ P12, അതാണ് പറഞ്ഞത്. ഇവിടെ അത് പറയുന്നത് തെളിയിച്ചു പറഞ്ഞു. P12 ഇത് 12, ഇതിലും B11 ഇതാണ് ബ്രീസ്, ഇവിടെ കാറ്റ്. അപ്പൊ ഇവിടെ കാറ്റ് ഉണ്ടെന്ന് അർത്ഥം ഇതിന് തൊട്ടത്താരാണ് 12. അപ്പൊ ഇതിന് തൊട്ടടുത്തായിരിക്കും 21. കണ്ട, ഇതാണ് ഇതിന്റെ അഡ്ജസൻ. ഇതും എന്താണ്? ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയി പറയാം. സോ നമുക്ക് 5 പ്രൊപ്പോസിഷൻ റൂൾസ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ R1 റൂമില് നെഗേഷൻ വേണം, ഏതോ റൂമില് പിറ്റില്ല. ഇനി അടുത്ത് പറയുന്നത് ഏതോ റൂമിൽ ബ്രീസ് ആണെന്ന് കണ്ടുപിടിക്കാൻ ഇതിന് തൊട്ടടുത്തും എന്തുണ്ടാവും? പിറ്റ് ഉണ്ടാവും, കുഴികൾ ഉണ്ടാവും. ഇനി അടുത്ത R3 എന്താണ്? R3 എന്നൊരു റൂമില് P11 പിച്ച്, ഇവിടെയും പിറ്റ് ഉണ്ടാവും. ഇവിടെ അത് തന്നെ ഇതേ റൂൾ തന്നെ, സോറി, R3 ഇതേ റൂൾ തന്നെയാണ്. അതായത് ഇവിടെ ബ്രീസ്, ഇവിടെ നമുക്ക് ഇവിടെയാണ് ആദ്യം തന്നെ ബ്രീസ് ആണ് വിചാരിച്ചാൽ ഇത് തൊട്ടടുത്ത് എന്തായി അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് 1 2 2 1 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2 2 പറയാൻ പറ്റുമോ? അതൊരു ഡയഗണൽ അല്ലേ, സോ അത് പറയാൻ പറ്റില്ല. ഈ നേരെ മറിച്ച് 2 1 അതായത് ഇവിടെയാണ് ബ്രീസ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഏതൊക്കെ അഡ്ജസ്റ്റൻസ്? ഈ അഡ്ജസ്റ്റന്റ് റൂം ഏതൊക്കെയാണ്? 1 1 വരാം, 2 2 വരാം, 3 1 വരാം അല്ലെ? 1 1 പിന്നെ എന്താണ്? 2 2 3 1. കണ്ടോ, മനസ്സിലായല്ലോ? അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴാണ് നമ്മൾ പറയില്ലേ, ഇപ്പോ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ പറഞ്ഞാൽ ആദ്യത്തെ 10 പ്രൈം നമ്പേഴ്സ് നമ്മൾ എഴുതുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യുക? അറിയുക. until 100 numbers, by the equal to 1 to 100. അപ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. പക്ഷെ ആ പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ കൂടി നമ്മൾ ചെയ്യണം, കൊടുക്കണം. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ റൂമിലും ഏതോ റൂമിലും ബ്രീസ് ഉണ്ട്. ബ്രീസ് ഉണ്ടാകുന്ന നിർത്തുന്ന ഈ അഡ്ജസ്റ്റന്റ് റൂമിൽ എന്തുണ്ടാവും? പിച്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് എഴുതാണ് ഇങ്ങനെ, എത്ര മണി എഴുതാം, പക്ഷെ വലിയ 4 5 എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ബ്രീസ് ഉണ്ടാകുന്ന നിർത്തുന്നത് ഇതിന്റെ അഡ്ജസ്റ്റന്റ് റൂംസ് ഏതൊക്കെയാണ്? 1 2 2 1 മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ 3 3 ആണ് ബ്രീസ് ഉള്ളത്, ഇവിടെയാണ് കാറ്റ് വരിക. അപ്പൊ ഇതിന്റെ അഡ്ജസ്റ്റന്റ് ഏതൊക്കെയാണ്? 2 3 ഉണ്ട്, 3 4 ഉണ്ട്, 3 2 ഉണ്ട്, 4 3 ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി R4ല് അപ്പൊ നമ്മൾ ബ്രീസിനും കഥ കഴിഞ്ഞു, പിച്ചിന്റെ കഥ കഴിഞ്ഞു. പിച്ചില്ലാത്ത റൂം എന്താണ്? അതൊരു റൂമാണ്. ഏതോ റൂമിൽ പിച്ച് ഉണ്ടാവില്ല, കുഴിയില്ല, ഉണ്ടാവുമല്ലോ എന്തായാലും ആ റൂമിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും റൂമിൽ കുഴിയില്ലാത്തൊരു റൂം ഉണ്ടാവും. അതേപോലെ കാറ്റില്ലാത്തൊരു റൂം ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കുഴിയില്ല, കാറ്റുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ബൂംബസ് ഉണ്ടാവാം, ബൂംബസ് ഓർ സേഫ് പ്ലേസ് ഓർ സ്ട്രെഞ്ച്. അപ്പൊ അടുത്ത് നോക്കാം എന്താണ് R5 B21 എന്താണ്? അവിടെയാണ് അത് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. B21 ഇപ്പൊ പറയുന്നത് B21 എന്തുള്ളത്? കാറ്റുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അടുത്തത് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 5 അല്ല 5 4 ആ 4 പ്രൊപ്പോസിഷൻ ലോജിക് എന്താണ്? നെഗേഷൻ S11. നമ്മൾ P ഇംപ്ലൈസ് Q പഠിച്ചില്ലേ? പ്രൊപ്പോസിഷൻ 4 സിമ്പിൾസ് പഠിച്ചില്ലേ? 4 ഓപ്പറേറ്റേഴ്സ് പഠിച്ചില്ലേ? 5: ഡിസ്റ്റിങ്ഷൻ, കൺജങ്ഷൻ, ഇംപ്ലിക്കേഷൻ, ബൈ ഇംപ്ലിക്കേഷൻ അല്ലേ? അതാണ് പ്രൊപ്പോസിഷൻ ലോജിക്. മെയിൻ ആയിട്ട് ഈ 4 സിമ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താ അറിയോ? ഫസ്റ്റ് ഓർഡർ ലോജിക് ഇതിനേക്കാളും ഒരു എക്സ്ട്രാ സിമ്പിൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നെഗേഷൻ S11 അതിന്റെ അർത്ഥം എന്താ? നെഗേഷൻ S11 എന്താണ്? എസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് എസ്? എന്താ? സ്ട്രെഞ്ച്. ഓക്കെ, ഇവിടെ അതാണ് പറയുന്നത്. സ്ട്രെഞ്ച് ഇല്ല. എങ്ങനെയെങ്കിൽ അവിടെ ആ റൂമിൽ സ്ട്രെഞ്ചിൽ എന്താ? മണമില്ല അർത്ഥം എന്താ? അവിടെ ബോംബസ് ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, അടുത്ത റൂമിൽ സ്ട്രെഞ്ചിന്റെ അർത്ഥം എന്താ? മണമില്ല അർത്ഥം എന്താ? തൊട്ടടുത്ത റൂമിൽ ബോംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതായത് W11 ഉണ്ടാവില്ല. അതെ, ആ റൂമില് ബോംബസ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. സ്ട്രെഞ്ച് ഇല്ലെങ്കിൽ ആ റൂമിൽ സ്ട്രെഞ്ചസ് ഇല്ല, സോറി ബോംബസ് ഇല്ല. അതിന് തൊട്ടടുത്ത ബോംബസ് ഉണ്ടാവുമോ? അപ്പോൾ
നമ്മൾ ഈ സിമ്പിൾ ഈ ഡയഗ്രം ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പൊ ഇവിടെയാണ് എന്ത്, ഇവിടെയാണ് സ്ട്രെഞ്ച് ഇല്ല എന്ന അർത്ഥം എന്താ? ഇവിടെ ബൂംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ബൂംബസ് ഉണ്ടാവുമോ? സ്ട്രെഞ്ച് ഇല്ല എന്താണ്? ഇവിടെ ബൂംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇവിടെയും ബൂംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇവിടെയും ബൂംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബൂംബസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ഇവിടെയാണ് ബൂംബസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നിനും 1 2 ഉണ്ടാവും, 2 1 ഉണ്ടാവും. ഓക്കെ, ചിലപ്പോ 1 1 വരാം. അപ്പൊ ഇവിടെ ബോംബസ്, ഇവിടെ സ്ട്രെഞ്ച് മണമില്ല അർത്ഥം എന്താ? ഇവിടെയും ബോംബസ് ഇല്ല, ഇതിനകത്തും ബോംബസ് ഇല്ല, ഇതിനകത്തും ഇല്ല, ഇതിനകത്ത് അല്ല, ഇത് വരില്ല. നോക്കാം നമുക്ക് എന്തായാലും. ഐ തിങ്ക് 1 1 1 2 2 1. ഓക്കെ, നമ്മൾ നോക്കാം. 1 1 1 2 2 1. യെസ്, മറ്റ് കോർണർ അല്ലേ? അതാണ് ചോദിച്ചത്. ഇത് അഡ്ജസ്റ്റന്റ് റൂം അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് റൂം അല്ലേ? അപ്പൊ ഇത് ഓപ്പോസിറ്റ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊരു അഡ്ജസ്റ്റന്റ് റൂം ആണോ? അല്ല. അപ്പൊ 2 2 എന്തുണ്ടാവുക? സ്ട്രെഞ്ച് ഇല്ല അർത്ഥം എന്താ? അവിടെ തൊട്ടടുത്ത റൂമില് ബൂംബസ് ഇല്ല അർത്ഥം. പക്ഷെ ഈ 2 2 ചിലപ്പോൾ എന്താ ബൂംബസ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. സോ നമ്മൾ എഴുതുന്നത് ഇത്രേ ഉള്ളൂ കണ്ടീഷൻ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ R11 സ്ട്രെഞ്ച് ഇല്ല. അപ്പൊ S11 സ്ട്രെഞ്ച് ഇല്ല. ഇനി ഇതേ തന്നെ ഒന്നും കൂടി അടുത്ത റൂൾ ഇതാ. ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് വിശദീകരിക്കാം. 1 1 കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഏതാണ്? 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പൊ നേരെ നമ്മൾ 2 1ലേക്ക് വന്നു. ഇനി ഇവിടെ സ്ട്രെഞ്ച് ഇല്ല, അതായത് മണമില്ല. ഏത് റൂമില്? 2 1. നോക്കൂ, ഇതൊന്ന് ക്ലിയർ ചെയ്യാം, ഒരു മിനിറ്റ്. 2 1 എന്തുണ്ടാവില്ല? സ്ട്രെഞ്ച് ഇല്ല, അതേ മണമില്ല. അപ്പൊ മണമില്ല അർത്ഥം ഈ റൂമില് ബൂംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇതിന്റെ തൊട്ടടുത്ത റൂം ആരൊക്കെയാണ്? 2 2 വരാം, 3 2 പറയാൻ പറ്റുമോ? ഇല്ല, 3 1. അപ്പൊ 2 1 അഡ്ജസ്റ്റന്റ് ആരൊക്കെയാണ്? 2 1 1 എന്നും വേണം. അത് അതിനകത്ത് ബൂംബസ് ഇല്ലല്ലോ. ബൂംബസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൊട്ടടുത്ത റൂമിലുണ്ടാവും. പിന്നെ ആ റൂമിൽ സ്ട്രെഞ്ച് ഇല്ല അർത്ഥം എന്താ? അവിടെ എന്തായാലും ബൂംബസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ബൂംബസ് ഉണ്ടെങ്കിൽ അവിടെയും മണം വരുമല്ലോ. അതാണ് പറയുന്നത്. 2 1 ബൂംബസ് ഉണ്ടോ? ഇല്ല. 2 2 ബൂംബസ് ഉണ്ടാവോ? ഇല്ല. 3 1 ഉണ്ടാവോ? ഇല്ല. നമുക്ക് നോക്കാം. 2 2 2 1 2 2 3 1 2 1 2 2. സോറി, പിന്നെ അതും കൂടി നോക്കി, നമ്മൾ മറന്നുപോയില്ല. എവിടെയായിരുന്നു? അവിടെ ഉണ്ടല്ലോ. അയ്യോ സോറി കേട്ടോ. ഇതാ ഇവിടെയാണല്ലേ കിടക്കുന്നത് അല്ലെ? ഇവിടെയല്ലേ നമ്മൾ സ്ട്രെഞ്ച് ഇല്ല. അപ്പൊ എന്താ അർത്ഥം? ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ്? അഡ്ജസ്റ്റന്റ് അല്ലേ? 1 1 2 2 2 1 3 1. 4 ഉണ്ട്. 1 1 2 1 2 2 3 1. 1 1 നോക്കാം. 1 1 അല്ല, 1 1 പിന്നെന്താണ്? 2 1. പിന്നെ അതിന് തൊട്ടടുത്ത മുകളിൽ എന്തായിരുന്നു? 2 2 അല്ലേ? 2 2. ഇപ്പുറത്തെ റൈറ്റ് സൈഡ് ഏതായിരുന്നു? 3 1. കണ്ട, മനസ്സിലായില്ലോ? അവര് എഴുതിയത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ S11 സ്ട്രെഞ്ച് ഇല്ല, S21 സ്ട്രെഞ്ച് ഇല്ല. ഇനി S12 സ്ട്രെഞ്ച് ഇല്ല വിചാരിക്കാം. അതെ, അവിടെ മണമില്ല. അടുത്തേതാണ്? S12. അതെ, ഇവിടെ. ഇത് നമുക്ക് പറയാൻ പറ്റില്ലോ. ഇവിടെ സ്ട്രെഞ്ച് ഇല്ല എന്ന് അർത്ഥം. ഇവിടെ അഡ്ജസ്റ്റന്റ് ഏതേ ഉണ്ടോ? ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ടോ? ഇല്ല. റൈറ്റ് സൈഡ് എന്ത് പറയാം? റൈറ്റ് സൈഡില് അഡ്ജസ്റ്റന്റ് അല്ലേ? സോ എന്താണ്? ഇവിടെ ബോംബസ് ഇല്ല. അപ്പോ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇല്ല, റൈറ്റ് സൈഡ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റന്റ് ആണോ? അല്ല, ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ബോംബസ് ഉണ്ടാവാം. 1 3 ഇതിന്റെ മുകളിലല്ലേ, അത് അഡ്ജസ്റ്റന്റ് ആണ്. സോ 1 3 1 2 2 2 1 3 1 2 2 2 1 3 കണ്ടാ? 1 3 2 2. പിന്നെ എന്താണ്? ഏതായിരുന്നു? 1 3 ഏതായിരുന്നു ഒന്ന് പറഞ്ഞ? 1 3 2 2 1 2 1 2 വേണം. 1 3 1 2 2 2. അടുത്ത് 1 1. അതിന് താഴെ ഉണ്ടല്ലോ. സോറി, താഴെ നമ്മൾ നോക്കില്ല. ലെഫ്റ്റ് സൈഡ് നോക്കണ്ട, താഴെ ഉണ്ടല്ലോ. അപ്പൊ 1 1. അപ്പൊ അതും കറക്റ്റ്. അപ്പൊ ഇതും നമ്മൾ വിചാരിച്ചത്. ഇനിയാണ് ശ്രദ്ധിക്കുന്നത്, R4 സ്ട്രെഞ്ച് ഉണ്ട്. എവിടെയുണ്ട്? S12. അപ്പൊ നമ്മൾ നോക്കാം. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്യാം. അപ്പോ അടുത്തത് S12 എന്തുണ്ട്? സ്ട്രെഞ്ച് ഉണ്ട്. S12 അതായത് 1 2 റൂമില് എന്തുണ്ട്? സ്ട്രെഞ്ച് ഉണ്ട്.
സ്ട്രെഞ്ച് ഉണ്ടാകും നമുക്കറിയാം. മണമുണ്ട് അർത്ഥം എന്താ? ബൂംബസ് എവിടെയുണ്ട്. എവിടെയുണ്ട്? ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെയും വരാം. ഇവിടെ വരുമോ? സ്ട്രെഞ്ച് 1 2 നമ്മൾ പോയി നോക്കുകയാണ്, അവിടെ ബോംബസ് ഉണ്ടാവില്ല. സ്ട്രെഞ്ച് ഉണ്ടാക്കി മണം വരികയാണ്, അടുത്ത റൂമിൽ നിന്നാണ് മണം വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 1 2 ബോംബസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? W11 W4 ബോംബസ് ആണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി. ആദ്യം തന്നെ പറഞ്ഞു ഏതൊക്കെ സിംബൽസ്, ഏതൊക്കെ വേരിയബിൾസ് ഏതിനെ ഡിനോട്ട് ചെയ്യുന്നത്. W11 ആൻഡ് W13 ആൻഡ് 22 11 13 22 11 11 13 ഇതാ 11 13 22 പിന്നെ 122 ഉണ്ടാവും. സോറി കേട്ടോ. അപ്പം മണം ഉണ്ട് അതിനകത്ത് എന്താ? നമ്മൾ നേരത്തെ അതേ പറഞ്ഞില്ലേ, അവിടെ സ്ട്രെഞ്ച് മണമില്ലാത്ത എന്താ? അവിടെ ബോംബസ് ഇല്ല. മണമുണ്ടെങ്കിൽ എന്താ? അവിടെയും ബോംബസ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ ഈ S12 കേട്ടാ, S12 എന്നാണ് ആ റൂമിലും എന്തുണ്ടാവും? ബോംബസ് ഉണ്ടാവും കേട്ടാ, ബോംബസ് ഉണ്ടാവും. സെയിം തന്നെ. ഇനി നമ്മുടെ ലക്ഷ്യം എന്താ പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിന്റെ ഈ ബൂംബസ് വേൾഡിന്റെ നമ്മുടെ ഈ പ്രൊപ്പോസിഷൻ ലോജിക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾ എഴുതിയേ പറ്റൂ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ എക്സാമ്പിൾസ് അല്ല, പക്ഷെ അത് എക്സ്പ്ലെയിൻ ദ എക്സാമ്പിൾ പ്രൊപ്പോസിഷൻ ലോജിക് ബൂംബസ് വേൾഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ എന്താ പറയുക മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. കാണാപ്പാടം ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. ഞാൻ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ എടുക്കണം, ഇത്രയും സമയം എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ റൂം 11 ഏതാണ്? 11 എന്ന റൂമിൽ ഡസ് നോട്ട് ഹാവ് ബോംബേഴ്സ്. അതായത് ഈ പറയുന്ന പ്രൊപ്പോസിഷനിൽ 11 എന്ന റൂമിൽ ബോംബസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം 11 എന്ന റൂമില് ബോംബസ് ഇല്ല, അർത്ഥം എന്താ? നെഗേഷൻ W1. അപ്പൊ അവിടെ സ്ട്രെഞ്ച് ഉണ്ടാവോ? അവിടെ സ്ട്രെഞ്ച് ഇല്ല. പിറ്റ് ഉണ്ടാവോ? പിറ്റ് ഇല്ല. ബ്രീസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഗോൾഡ് ഉണ്ടാവോ? ഇല്ല. വിസിറ്റഡ് ആണല്ലോ, 11 വിസിറ്റഡ് ആണല്ലോ, ആൻഡ് റൂം ഈസ് സേഫ്. ഓക്കെ. അതായത് ഞാൻ ആദ്യത്തെ റൂമിൽ ചെന്ന് ചെയ്തു കണ്ടാ, ഇവിടെ ഓക്കെ കണ്ട, ഇവിടെ ഓക്കെ ചെയ്തിരിക്കുന്നത് എന്തുണ്ടാ? ഇവിടെ ഞാൻ നോക്കി, ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡസ് നോട്ട് ഹാവ് ബോംബസ് ഇല്ല. ബോംബസിന്റെ അർത്ഥം എന്താ? മണം ഉണ്ടാവോ? മണമില്ല. പിറ്റും ഇല്ല, ബ്രീസും അല്ല പറഞ്ഞു, ഗോൾഡും അല്ല. നമ്മളിപ്പോ നോക്കും, ഗോൾഡും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ രക്ഷപ്പെട്ടു, അലൈവാണ്. കാറ്റില്ല. കുഴിയാണെങ്കിൽ എന്തായാലും കുഴി വിട്ട് നമുക്ക് വീണ്ടും, കാറ്റാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഡെഡ് ആവും. പിന്നെ ബോംബസ് ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അതോട് കഴിഞ്ഞു. മണം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയി. ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് എടുക്കാം, അതാണ് നമ്മുടെ എയിം. ഓക്കെ. പക്ഷെ സേഫ് പ്ലേസ് എത്തി എന്നാണ്, അതാണ് ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനിയാണ് നമ്മുടെ ഇൻഫറൻസ്. ഇത് പ്രോബ്ലംസ് എന്നത്. ഇനി ഇൻഫറൻസ് എന്താണ് പ്രൊസീജിയർ? ബോംബസ് ഈസ് ഇൻ ദ റൂം 13. ഇവിടെ ഈ ബിൽഡിങ്ങില്, ഈ ഒരു ബിൽഡിങ്ങില് 1 3 കാണാം, 1 1 1 1 2 1 3 ഇവിടെ ബോംബസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയും ഇതിൽ ഏതോ ഒരു റൂമില് ബോംബസ് ഉണ്ട്. അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, അവിടെ പോയി നോക്കരുത്, ഓക്കെ പിടിക്കല്ലോ. ഏതോ റൂമില് ബോംബസ് ഉണ്ട്, അത് പറയാം. ഇയാൾ ക്ലൂ ആയിട്ട് പറയാം. എന്ത് ക്ലൂ പറയുന്നത്? ബോംബസ് ഈസ് ഇൻ ദ റൂം 1 3 യൂസിങ് പ്രൊപ്പോസിഷൻ റൂൾസ് വിച്ച് ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫോർ ദി റൂൾസ് എന്ന് പറഞ്ഞ 5 4 അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബോംബസ് 1 3 ആണെന്ന് ഉറപ്പിക്കണം. ഈ 5 റൂൾ പറഞ്ഞില്ല, ഇപ്പൊ 4 റൂൾ പറഞ്ഞില്ല. ഈ 4 റൂളാണ് അയാൾ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് വിസിറ്റ് ചെയ്യാം, പക്ഷെ ഏതോ റൂമില് ബോംബസ് ഉണ്ട്, അത് നിങ്ങൾ പോകാതെ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ അറിയില്ലേ, ഇപ്പൊ നമ്മൾ CBI ഫിലിമിലൊക്കെ കണ്ടില്ലേ, CID അല്ലെങ്കിൽ CBI കാണുന്ന അവര് നമ്മൾ കള്ളനുണ്ട് പോയിട്ട് തുറന്നു നോക്കിയിട്ട് കള്ളനുണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. യെസ്, ഈ റൂമിൽ തന്നെയാണ്. നേരെ ഫൈനലി കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ CBIയുടെ നിങ്ങൾ ചില പടം കണ്ടില്ലേ, ക്ലൈമാക്സ് വരെ ഇയാള് കുറ്റവാളിയായിട്ടില്ല, നമുക്കൊന്നും കൂടി നോക്കണം. അങ്ങനെ അവസാനം ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിക്കുന്ന ഈ പല റൂളും
എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് അവസാനം ഇയാളുടെ അടുത്ത് എന്ന് അറിയാം ഇയാൾ തന്നെ ആയിരിക്കും, ഇയാൾ തന്നെയാണ് ക്രൈം ചെയ്തത് എന്ന് CBIക്ക് അറിയാം. പക്ഷെ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഇതിന്റെ മെയിൻ കുഴപ്പം. അപ്പൊ വൂംബസ് 1-3 ഉണ്ടെങ്കിൽ അവിടെ 1-3 എന്ന റൂളിൽ പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനാണ് റൂൾ അതിനാണ് ക്ലൂ തന്നിട്ട്. ഏത്? ഈ 4 ക്ലൂ. സ്ട്രെഞ്ച് ഇല്ല, സ്ട്രെഞ്ച് ഇല്ല, സ്ട്രെഞ്ച് ഇല്ല, അവിടെ സ്ട്രെഞ്ച് ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഞാൻ എത്രയും എടുത്ത് ആദ്യം നമ്മൾ പറഞ്ഞ പ്രൊപ്പോസൽ ലോജിക് പ്രകാരം കുറെ റൂൾസ് ഇല്ലേ, മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ്, ഡി മോർഗൻസ് ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഡി മോർഗൻസ് ലോ മറ്റേ ഡബിൾ നെഗേഷൻ ലോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മോഡസ് പോണൻസും മോഡസ് ടോളൻസും ആണ്. ഈ മോഡസ് പോണൻസ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ മോഡസ് പോണൻസിൽ എന്താ മോഡസ് പോണൻസ് എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണും. ഞാൻ പറഞ്ഞു, റൂള് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതാണ് എന്താണ് ട്രൂ ഹൈപ്പോത്തിസിസ് എന്നുണ്ട്. അപ്പൊ ഇവിടെ ഹൈപ്പോത്തിസിസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ആദ്യം നമ്മൾ റൂൾ ഓൾറെഡി പറഞ്ഞു, റൂം 1-1 ഡസ് നോട്ട് ഹാവ് വൂംബസ്. അപ്പൊ അവിടെ വൂംബസ് ഇല്ലാത്ത നമ്മൾ ആ റൂമിൽ പോയി ആദ്യം നോക്കി, യെസ് ഇത് ഓക്കെ ആണ്, അപ്പൊ തന്നിട്ടുണ്ട്. ഒരു കണ്ടീഷൻ തന്നിട്ട് നിങ്ങൾ ഈ റൂം പോയിക്കോ, ഈ റൂം ഓക്കെ ആണ്. ഇനി ഞാൻ പറഞ്ഞതല്ലേ, ഇനി ഞാൻ റൂൾ പറഞ്ഞുതരാം. ആ റൂൾ പ്രകാരം നിങ്ങൾ വൂംബസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ തുറന്ന് നോക്കാൻ പറ്റില്ല. തുറന്ന് നോക്കി കഴിഞ്ഞാൽ വൂംബസ് നമ്മൾ അറ്റാക്ക് ചെയ്യുമല്ലോ. അപ്പൊ പക്ഷെ വൂംബസ് എന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ആദ്യത്തെ റൂമിൽ ഓക്കെ ആണെന്ന്. അപ്പൊ ആദ്യത്തെ റൂം R1, അതായത് നെഗേഷൻ S11. അവിടെ എന്തില്ല? S എന്താ? സേഫ് അല്ല അല്ലേ? എന്താണ്? എസ് എന്തായിരുന്നു? മറന്നുപോയല്ലോ. എസ് എന്താ? സ്ട്രെഞ്ച് ഇല്ല. അപ്പൊ സ്ട്രെഞ്ച് ഇല്ല അർത്ഥം എന്തായിരുന്നു? വൂംബസ് ഇല്ല, ബ്രീസ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നെഗേഷൻ S11 ആൻഡ് R1. എന്താ R1? ഇതാ അവിടുതാണ് R1. ഇവിടെ നമ്മൾ എന്ത് ചെയ്താ? ഇത് വളരെ ശ്രദ്ധിക്കണം. നെഗേഷൻ S11 വേണം, അത് അങ്ങനെ എഴുതാം. അത് തന്നിട്ടുണ്ട്. R1 ആ മുകളിൽ അതേപോലെ റൂൾ എഴുതുക. S1 നെഗേഷൻ S11 എന്ന് പറയണമെങ്കിൽ, അതായത് നിങ്ങൾ ആ റൂമിൽ സ്ട്രെഞ്ച് ഇല്ല എന്ന് അറിയണമെങ്കിൽ അവിടെ വൂംബസ് ഉണ്ടാവോ? ആ റൂമിൽ വൂംബസ് ഉണ്ടാവോ? ഇല്ല. അതിന് അഡ്ജസ്റ്റന്റ് റൂമിൽ വൂംബസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ? അവിടെ ആ റൂമിൽ മണം ഉണ്ടെന്ന് അറിയാൻ അടുത്ത് എന്താ? തൊട്ടടുത്ത എല്ലാ റൂമിലും ഉണ്ടാവും വൂംബസ് ഉണ്ടാവും. അപ്പോഴല്ലേ മണം വന്നുകൊണ്ടിരിക്കുന്നത്. മണമില്ല അർത്ഥം എന്താ? ആ റൂമിലും വൂംബസ് ഇല്ല, അതിന് അഡ്ജസ്റ്റ് റൂമിലും വൂംബസ് ഇല്ല. അതാണ് ഓൾറെഡി ഈ R1 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കും, നെഗേഷൻ S11 ഇവിടെ നെഗേഷൻ S11 ഇതെന്തും ക്യാൻസൽ ആവും. ഇതും ലെഫ്റ്റ് സൈഡിൽ ഒരേ ടേം ആയതുകൊണ്ട് ക്യാൻസൽ ആയി. അവസാനം ഈ ഒരു ടേം മാത്രം എഴുതാം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ എയിം എന്താണ്? 1-3 വൂംബസ് ഉണ്ടാവും. നമ്മൾ ഏതെത്തി? അപ്പൊ നമ്മള് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ പ്രോബ്ലം ഇതായിരിക്കും തന്നിട്ടുണ്ടാവുക. ഏതാണ്? ഒരു മിനിറ്റ്. ഈ പ്രോബ്ലം ഈ 4 പ്രൊപ്പോസിഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. R1, R2, R3, R4 ഈ പ്രോബ്ലം ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവുക. ഇതില് 1-3 എന്ന റൂം നോക്കൂ. ഈ 4 പ്രൊപ്പോസിഷൻ റൈറ്റ് സൈഡിൽ എവിടെയാണ് 1-3 വരുന്നത്? നോക്കൂ. ഇതിൽ 1-3 ഉണ്ടോ? ഇല്ല. ഇതിലും 1-3 ഉണ്ടോ? ഇല്ല. ഇത് 3-1 ആണ്. 1-3 ഇവിടെയാണ്. അതായത് നിങ്ങൾ R3 എത്തുമ്പോഴാണ് എന്ത് വരുന്നത്? 1-3 വരുന്നത്. പക്ഷെ നിങ്ങൾ R4 പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ R1, R2, R3 മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1-3 എന്ന സംഭവം കിട്ടും. കാരണം പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? 1-3 അപ്പൊ ആദ്യത്തെ കഴിഞ്ഞു. ഇനി നമ്മള് രണ്ടാമത്തെ അപ്ലൈ ആൻഡ് എലിമിനേഷൻ റൂൾ. എന്ത് റൂളാണ്? ആൻഡ് എലിമിനേഷൻ. കാരണം ഇവിടെ നോക്കൂ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഒരു സ്റ്റെപ്പ് ആയിട്ട് കിട്ടുന്നോ? വളരെ ശ്രദ്ധിക്കണം. വളരെ വലിയ പ്രോബ്ലം ആയതുകൊണ്ടാണ്, വലിയ ടോപ്പിക് ആയതുകൊണ്ട് ഇത്രയും ഞാൻ സ്ലോ ആയി പോകണം. ഇത് നമുക്ക് ആൻഡ് ഇല്ലേ, ഈ ആൻഡിനെ കളയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൻഡ് എലിമിനേഷനോടും ഓർ എലിമിനേഷനോടും ആൻഡ് എങ്ങനെയാണ് പഠിച്ചതാണ്. അപ്പൊ ആൻഡിന് എലിമിനേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ലോ ഉപയോഗിക്കണം? എന്തെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് നോക്കാം. അപ്ലൈ ആൻഡ് എലിമിനേഷൻ. അപ്പൊ ഇവിടെ
ഈ ആന്റിനൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പൊ എന്താവും, ഇത്രേ ഉള്ളൂ. ആന്റിനെ എലിമിനേഷൻ ആന്റി റിമൂവ് ചെയ്യുക. അപ്പൊ എന്താ, 3 ടേമായി മാറും. അപ്പൊ എന്താണ്, നെഗേഷൻ W11, നെഗേഷൻ W12, നെഗേഷൻ W22. ഇനി അടുത്താണ് രണ്ടാമത്തെ കേസ്. അപ്പൊ നമ്മുടെ 1-3 ഏതിലാണ് കിടക്കുന്നത്? 1-3 ഏതിലാണ് കിടക്കുന്നത് നോക്കൂ. 1-3 ഏതിലാണ്? ഒരു മിനിറ്റ്, ക്ലിയർ ഇട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയ കൺഫ്യൂഷൻ ആവും. 1-3 എവിടെയാണ്? R3. അപ്പൊ നമ്മൾ ഇനി R2ലേക്ക് വരണം. കാരണം എന്താ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. W1 ഇവിടെയും W11 ഇല്ലേ, ഇവിടെയും W11 ഇല്ലേ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് R2ലേക്ക് പോകണം. ഇനി നോക്കൂ, നമ്മള് നേരെ R3 പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ ഇപ്പൊ W11 ഉണ്ട്, 1-2 ഉണ്ട്, 1-2 ഉണ്ട്. പക്ഷെ ഈ 2-1 ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? R2 വിസിറ്റ് ചെയ്യണം. അതുപോലെ W11 ഇവിടെ 2-1 ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറയാൻ, ഈ W22 കിട്ടണമെങ്കിൽ എവിടെ വേണം? ഈ R3 നോക്കൂ, R3 എന്തൊക്കെയുണ്ട്? W11 അത് നമ്മൾ R1 ഓൾറെഡി ഉണ്ട്. നിങ്ങൾ പറയും സാർ R2 എന്തിനു വിസിറ്റ് ചെയ്യാൻ വേണ്ട. ഓക്കെ, W12 അതും R1 ഉണ്ട്. പക്ഷെ W22 R1 ഉണ്ടോ? ഇല്ല. W13 ഓക്കെ, അത് ലീവ് ഇറ്റ്. 1-3 വിടും. W22 എവിടെയാ ഉള്ളത്? R2 അതുകൊണ്ടാണ് നമ്മൾ R2 ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചെയ്യാൻ പോകുന്ന മോഡസ് പോണൻസ് ഏതിൽ അപ്ലൈ ചെയ്യേണ്ടത്? യെസ്, R2. ഇനി അവിടെ ഏതാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാ റിമൂവ് ചെയ്തത് നോക്കൂ. ഇവിടെ നമ്മൾ S11 ആണ് അല്ലേ. ഇനി സ്ട്രെഞ്ച് ഇല്ലാത്ത അടുത്ത റൂം നമ്മൾ 1-1 ഓരോന്നും പോകും. 1-1 കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ എന്താ, 2-1 കണ്ട. ഈ ടേബിളാണ് ഈ ടേബിൾ കൂടെ പഠിക്കണം. 1-1 നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയല്ലേ, മുകളിലേക്കല്ലേ നടക്കുന്നത്, ഇങ്ങോട്ട് റൈറ്റ് സൈഡാണ് നടക്കുന്നത്. ഏജന്റ് റൈറ്റ് സൈഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. 1-1 കഴിഞ്ഞ് തൊട്ടടുത്താരാണ്? 2-1. അതാണ് R2. അപ്പൊ R2 ഇവിടെ പറയുന്നത്, ഇവിടെ ഓൾറെഡി R2 പറയുന്നുണ്ട്, നമ്മൾ അതിന് ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. കേട്ടാ, 2-1. അപ്പൊ എന്തായിരിക്കണം? യെസ്. അപ്പൊ തന്നിട്ടുണ്ട് 2-1 എന്ന റൂം എന്താണ്? സ്ട്രെങ്ത് ഇല്ല. 2-1 സ്ട്രെങ്ത് ഇല്ല. അപ്പൊ അപ്ലൈ മോഡസ് പൊണൻസ് 2-1 ഇല്ല. ഞാൻ R2 തന്നിട്ടുണ്ട്. R2 കൂടി നമ്മൾ ഇതാക്കുക. R2 എന്താണ്? 2-1 ആൻഡ് 2-2 ആൻഡ് 2-3. അവിടെ സ്ട്രെങ്ത് ഇല്ല അർത്ഥം, ആ റൂമിന് സ്ട്രെങ്ത് ഇല്ല, അതിന് തൊട്ടടുത്ത അഡ്ജസ്റ്റ് റൂംസിന് സ്ട്രെങ്ത് ഇല്ല. ആൻഡ് ഗിവൻ ദാറ്റ് 2-1 എന്താണ്, അവിടെ സ്ട്രെങ്തും ഇല്ല. അപ്പോ ഈ 2-1-1ഉം ഈ 2-1 ക്യാൻസൽ ചെയ്തു. അവസാനം നമുക്ക് ഇത് കിട്ടി. എന്നിട്ട് ഇതിനെ ആന്റിനെ എലിമിനേഷൻ റൂള് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എലിമിനേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ടേംസ് ആയി മാറി. അല്ല, W2-1-1, W22-2, W3-1. ഇനി അപ്പൊ MP എന്താണ്? എന്താണ് അതറിയും. മോഡസ് പോണൻസ് ടു S12 ആൻഡ് R4. ഇനി അടുത്ത് നമ്മള് R3. 1-3 എവിടെയാ? 1-3 ഏത് റൂമിലാണ്? 1-3 എവിടെയാണ് കിട്ടുന്നത്? ഇതാ എടാ, അത് R3. അപ്പൊ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഉത്തരേ ഉള്ളൂ. ഈ 3 R1, R2 മാത്രം നമ്മൾ വിസിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്നു. പക്ഷെ ഇവിടെ എന്താണ്? ലെഫ്റ്റ് സൈഡ് എന്താ? ഇവിടെ അസ്യൂം ദാറ്റ് എന്താണ്, S12 സ്ട്രെങ്ത് ഇല്ല. ഓക്കെ, S12 സ്ട്രെങ്ത് ഇല്ല. കാരണം അപ്ലൈ ഇവിടെ അപ്ലൈ M2 കാണാം. S12 ഇപ്രാവശ്യം S12 സ്ട്രെങ്ത് ഉണ്ട്. കാരണം ഇവിടെ നമ്മള് ഇത് നോക്കൂ, ഇവിടെ 1-2 ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൂംബസ് ഉണ്ടല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ R3 നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സോറി, ഇവിടെ R4ലേക്കാണ് വന്നല്ലേ. R4ലേക്ക് വന്നു. ശരിക്കും R4 വരേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. എന്നിട്ട് അവസാനിക്കാൻ അവർ ഫൈനലി R3ലേക്ക് വന്നിട്ടുണ്ടാവുക. R3യിലാണ്. യെസ്, അത് R3യിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ R4ലാണ് അവർ പറഞ്ഞത്. അപ്പൊ R4ൽ എന്താണ്? S12. അപ്പോ
ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും S12. S12 apply MP2 MP2 S12 and R4. അപ്പൊ ഇവിടെ R4 എന്താണ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. നിങ്ങൾ W13 12 11 ഇവിടെ S12. അപ്പൊ ഇവിടെയും ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ നെഗേഷൻ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. ഇതാ ഇവിടെ നമ്മൾ പഠിച്ചില്ലേ, ഇതാ നെഗേഷൻ ആയതുകൊണ്ട് ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ നെഗേഷൻ. രണ്ടും ഒരേ സിമ്പിൾ ആണെങ്കിൽ, സെയിം ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ടും കൂടെ സെയിം ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവസാനം ഇത് വന്നു. വീണ്ടും ഇത് ഓവറല്ലേ, ഓവറാ ഓവറാണോ ഇരിക്കുന്നത്? ആ അതെ, അത് നമ്മൾ നോക്കി. R4 സ്ട്രെഞ്ചിന്റെ അർത്ഥം ഒന്നിനെ ആ റൂമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റങ്ങനെയല്ല, അവിടെ ഉണ്ടാവില്ല ഉറപ്പ്. അതാണ് ആൻഡ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ അങ്ങനെ എഴുതുക. ഓർ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം, ഒന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവാം, ഒന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓറിന് നമ്മൾ റിമൂവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, അപ്ലൈ യൂണിറ്റ് റെസൊല്യൂഷൻ. ഇതിനെ ഓറിന് നമ്മൾ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ അപ്പൊ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ എന്തെടുക്കാം, നെഗേഷൻ W11. നമ്മളിപ്പോ ഈ R4 നമ്മള് ഇത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് തുടങ്ങാം. ഹലോ 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 കേൾക്കട്ടോ? അപ്പൊ നമ്മള് എന്താ പറയാ, R11 അപ്ലൈ ചെയ്തു. MP2 അപ്ലൈ യൂണിറ്റ് റെസൊല്യൂഷൻ. അപ്പൊ ഇത് നമ്മള് ഇതാണ് നമുക്ക് കിട്ടിയത്. നമ്മള് ഇപ്പൊ അവസാനം R4 ചെയ്തപ്പോ നമുക്ക് ഇതാണ് ആൻസർ കിട്ടിയത് അല്ലെ. ഇനി നമുക്കിപ്പോ കളയേണ്ട ഏത് റൂമിലാണ് നോക്കൂ. നമുക്കിപ്പോ അവസാനം R3 ചെയ്തില്ല. R3ക്ക് ചെയ്യുന്ന പിന്നെ നമ്മൾ നേരെ R4 ചാടാൻ കാരണം ഇവിടെയും 13 ഉണ്ട്. ഈ 13 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ബൂംബസ് എവിടെയാ ഉള്ളത്? 13 പക്ഷെ നമ്മൾ R3 എന്തുകൊണ്ടാണ് ഉപയോഗിക്കത്തുള്ളത്? നമുക്ക് R3 നേരെ നെഗേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഇവിടെ ബാക്കി എല്ലാം എന്താണ് നെഗേഷൻ. ഇവിടെ നെഗേഷൻ W13. സോറി കേട്ടോ. എടാ ഓൺലി W13 ഏതിലാണ് ഉള്ളത്? R4. അപ്പൊ നമ്മൾ R1 R2 കഴിഞ്ഞിട്ട് നേരെ R3 സ്കിപ്പ് ചെയ്തു. സോറി, ഇതാണ് ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടത്. ഇത് നെഗേഷൻ ആണ്. W13 ബോംബസ് ഉണ്ടെന്ന് തെളിയിക്കണം. തെളിയിക്കണേ W12 അത് എവിടെ നിന്ന് കിട്ടണം? ഇവിടെ കിട്ടണം. അപ്പൊ R1 നമ്മൾ എന്തായാലും മിസ്റ്റേക്ക് 2 കിട്ടണി എന്ത് വേണം? R2 ആണ്. പിന്നെ 1 അത് എവിടെ ഉള്ളത്? R1. അപ്പൊ R3 ആവശ്യമുണ്ടോ? നമുക്ക് എന്താ 1 ആവശ്യമുണ്ട്, 1 ആവശ്യമുണ്ട്, 2 ഇതെല്ലാം നമുക്ക് R1 R2 കിട്ടില്ലേ? അപ്പൊ R4 ആവശ്യമുണ്ടോ? R3 ആവശ്യമുണ്ടോ? ഇല്ല. സോ അപ്പൊ നമ്മള് അപ്ലൈ MP2. അപ്പൊ ഈ രണ്ട് പ്രോബ്ലത്തിൽ നമ്മള് ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, ഇതും കളയണം, ഇതും എലിമിറ്റ് ചെയ്യണം, ഇത് എലിമിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ തുടങ്ങാം. ആദ്യം W1 എലിമിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും A × A/B എന്താണ്? 0 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നെഗേഷൻ എടുക്കണം. അപ്ലൈ യൂണിറ്റ് റെസൊല്യൂഷൻ. ഒരു മിനിറ്റ്. ഹലോ. അപ്പൊ നമ്മള് W1 കളഞ്ഞു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? W13 versus W12. അപ്പൊ ഇത് നോക്കൂ. എന്നിട്ട് നമ്മൾ വീണ്ടും മോഡസ് പോണൻസ് അപ്ലൈ ചെയ്യാം. അതായത് തന്നിട്ടുണ്ട് എന്താണ് നെഗേഷൻ W1. ഇവിടെ ബോംബസ് ഇല്ല, 1 ബോംബസ്. അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ പ്ലേസ്. ഇവിടെ നെഗേഷൻ. അപ്പൊ ഇത് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യില്ല.
അപ്പൊ എന്താ ഈ ടേം ഇല്ലാതാവും. അവസാനം എന്തായി മാറും? W13 W12 W22 കടാ W13 W12 W22 അവസാനം എന്താ W13 W12 W22 ഈ ടേം ഇല്ലാതാവും. ഇനി നമ്മൾ അവസാനം വീണ്ടും ഒന്നുകൂടി കളിക്കണം. എന്താണ് അടുത്തത് റെസൊല്യൂഷൻ? ഈ 2 കളയണം. 2 കളയുന്ന ഞാൻ നെഗേഷൻ എടുക്കുക, അങ്ങനെ 2 പോവും. അവസാനം ഫൈനലി നമുക്ക് 1 മാത്രം ഉണ്ടാവും. ആ 1 അവസാനം എന്താ ഈ 2 ടേമായി മാറും. ഈ W13 അല്ലേ നമുക്ക് അവസാനം കിട്ടുന്നത്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം? നെഗേഷൻ 1 കണ്ട നെഗേഷൻ 1 ഇതും ക്യാൻസൽ ആവും. അവസാനം നമുക്ക് എന്ത് കിട്ടും? 13. Hence it is true. ഇതൊരു പ്രോബ്ലം ആണ്. പ്രൊപ്പോസിഷൻ ലോജിക്കിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ടോം ഈസ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ പറയുന്നത്, അടുത്ത ഫാക്ട് പറയുന്നു ടോം ഈസ് ഇന്റലിജന്റ്. ഇവിടെ രണ്ടുപേരും ഒരേ വ്യക്തിയാണ്, ടോം എന്നൊരാൾ. പക്ഷെ ടോം എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആണ്, ഇന്റലിജന്റ് ആണ്. അതായത് പിയും ക്യൂ. പക്ഷെ ഇവിടെ എന്താണ് ആക്ച്വലി വേരിയബിൾ ആരാണ്? ടോം ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം. എങ്ങനെയാ? ഹാർഡ് വർക്കിംഗ് ആണ്. ടോം ഒരു ഹാർഡ് വർക്കിംഗ് ആണ്. ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ളതാണ്, നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. ടോം ഇന്റലിജന്റ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പി ഇംപ്ലൈസ് ക്യൂ എഴുതാം? If Tom is hardworking, ടോം ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ, ടോം ഹാർഡ് വർക്കിംഗ് ആണ്, ഇന്റലിജന്റ് ആണെങ്കിൽ, ദെൻ ടോം സ്കോർ ഹൈ വർക്ക്. ഇതൊരു പ്രൊപ്പോസിഷൻ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പോസിഷൻ ആകുമ്പോൾ പി ഇംപ്ലൈസ് അല്ലേ, ഈഫ് ദെൻ. ഇംപ്ലിക്കേഷൻ എപ്പോഴും ഷോർട്ട് ഫോം ഇൻ ഇംഗ്ലീഷ് സെന്റൻസിൽ ഈഫ് ദെൻ ആണ്. അപ്പൊ ടോം ഹാർഡ് വർക്കിംഗ് ആണ്. അതെന്താണ് ഹാർഡ് വർക്കിംഗ്? ഏതാണ് ഹാർഡ് വർക്കിംഗ്? ഏതാണ്? പി. ഇന്റലിജന്റ് ഏതാണ്? ക്യൂ. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ ആണോ? അല്ല. ആൻഡ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? പ്രൊപ്പോസിഷൻ വഴി എങ്ങനെ എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഈ ടോം ഈസ് ഹാർഡ് വർക്കിംഗ്, അപ്പൊ പി ആൻഡ് ക്യൂ implies R. Implies scores high marks. അല്ല, ഹാർഡ് വർക്കിംഗ് ഓഫ് ടോം ആൻഡ് ഇന്റലിജന്റ് ടോം. അങ്ങനെയാണെങ്കിൽ ടോം എന്ത് വാങ്ങിക്കും? ഹൈ മാർക്സ് വാങ്ങിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഇതിന്റെ ഇപ്പൊ ടോമിന്റെ കാര്യമാകാം. ഇനി ക്ലാസ്സിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ S7 എത്ര പേരുണ്ട്? 44 പേരുണ്ട്. 44 പേര് ഞാൻ ജനറൽ ആയിട്ട് പറയണം. അപ്പൊ എന്താണ് സ്റ്റുഡൻസ് അല്ലേ? ഞാൻ ഓരോരുത്തർ പേര് പറയുന്നില്ലല്ലോ. ഓരോരുത്തർ പേര് പറയുന്നുണ്ടോ? ഇല്ല. സോ വാട്ട് അബൌട്ട് അതർ സ്റ്റുഡൻസ് ദാറ്റ് ഹാർഡ് വർക്ക്? അപ്പൊ അതിന് നമ്മൾ എക്സ് എന്നൊരു പേര് കൊടുത്തു. അപ്പൊ നമ്മൾ പി എങ്ങനെ എഴുതാം? ഹാർഡ് വർക്കിംഗ് ഓഫ് എക്സ്, ഇന്റലിജന്റ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ അയാള് എന്ത് ചെയ്യും? ഹൈ മാർക്സ് സ്കോർ ചെയ്യും. അപ്പൊ ഹാർഡ് വർക്കിംഗ് ഓഫ് എക്സ് ആൻഡ് ഇന്റലിജന്റ് ഓഫ് എക്സ് ഇംപ്ലൈസ് സ്കോർസ് ഹൈ മാർക്സ് ഓഫ് എക്സ്. ഇപ്പൊ കാര്യം പിടികിട്ടോ എങ്ങനെയാണ് പ്രൊപ്പോസിഷൻ ലോജിക്ക് എഴുതേണ്ടതെന്ന്? ഒരു ഒറ്റ സിമ്പിൾ എക്സാമ്പിളോടെയാണ് പറഞ്ഞ്. നിറയെ എക്സാംസ് വേണമെങ്കിൽ പറയൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് ഒന്നും സമയമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. നിറയെ എക്സാംസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഡ്രോബാക്സ്. ഇനി അടുത്ത ഒരു ക്ലാസ് കൂടി ഫസ്റ്റ് ഓർഡർ ലോജിക്ക് അതൊരു ഒരു മണിക്കൂറിന്റെ ക്ലാസ് ആക്കിയിട്ട് മാറ്റാൻ അതോടുകൂടി കഴിഞ്ഞു. ഇനി ഒരിച്ച ക്ലാസ്സിൽ ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ ഇതിന് ഡ്രോബാക്സ്, പ്രൊപ്പോസിഷൻ ലോജിക്കിന്റെ ഡ്രോബാക്സ് പറയുന്നത്, ഇവിടെ ഇറ്റ് ക്യാൻ ഓൺലി റെപ്രസെന്റ് ദി ഫാക്ട്സ്. സിംപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമേ പറയാം. ഞാൻ പറയാം അരുൺ ലൈക്സ് ഐസ്ക്രീം, അല്ലെങ്കിൽ അരുൺ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം, ഓർ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളത് മനസ്സിലായി. ഓൺലി റെപ്രസെന്റ് ദി ഫാക്ട് വിച്ച് ആർ ഈദർ ട്രൂ. ഇപ്പൊ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൺ ഡസ് നോട്ട് റൈസ് ഇൻ ദി ഈസ്റ്റ്, സൺ സെറ്റ് ഇൻ ദി ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ പ്രൊപ്പോസിഷൻ ഈസ് നോട്ട് സഫിഷ്യന്റ് ടു റെപ്രസെന്റ് കോംപ്ലക്സ്. പക്ഷെ കോംപ്ലക്സ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ്സിനെ എക്സ്പ്രസീവ് ചെയ്യാനുള്ള പവർ ഇല്ല. അതാണ് പ്രൊപ്പോസിഷൻ വൺ ഓഫ് ദി ഡ്രോബാക്ക്. ഇറ്റ് ഹാസ് വെരി ലിമിറ്റഡ് എക്സ്പ്രസീവ് പവർ. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇത് നമുക്ക് പ്രൊപ്പോസിഷൻ ലോജിക് കൊണ്ട് എഴുതാൻ പറ്റും. സം ഹ്യൂമൻസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ആൻഡ് ഓൾ സ്റ്റുഡൻസ് ആർ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത്.
അവിടെ എല്ലാവരും ആ എക്സ് എന്ന് പറയുന്ന എല്ലാവരും കൺസിഡർ ചെയ്യുന്നതാണ് ജനറലായിട്ട്. പക്ഷെ പറയുന്നു ഇപ്പൊ ഈ വേൾഡിൽ ചില ഹ്യൂമൻസ് മാത്രമേ ഇല്ല, ചില ഹ്യൂമൻസ് ആർ ഹാർഡ് വർക്കിംഗ്. ഇതെങ്ങനെ നിങ്ങൾ പ്രൊഫഷണൽ ചെയ്തു പറയൂ നോക്കട്ടെ. പറ്റില്ല. അതാണ് സം ഹ്യൂമൻസ് ആർ ഇന്റലിജന്റ് ഓർ സച്ചിൻ ലൈക്സ് ക്രിക്കറ്റ്. ഇവിടെ സച്ചിൻ മാത്രം ക്രിക്കറ്റ് ലൈക്ക് ചെയ്യുന്നു, അപ്പൊ ബാക്കി എല്ലാത്തിനും എന്താ ക്രിക്കറ്റ് ലൈക്ക് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നില്ലയോ? അപ്പോൾ അതൊന്നും നമുക്ക് പ്രൊഫഷണൽ ലോജിക്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ ലോജിക്കിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്ലാസ് ആയിരിക്കും അവസാനത്തെ ക്ലാസ്, ഏത് യൂണിറ്റ് 4. അത് കഴിഞ്ഞ് നേരെ ഞാൻ യൂണിറ്റ് 3യിലേക്കാണ് പോകുന്നത്. അപ്പോൾ അണ്ടിൽ ദെൻ സൈൻ ഓഫ് രാകേഷ് സർ, ബൈ.